ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പം ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ചാനലിലിട്ടിരുന്ന സ്റ്റോറിയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അത് കേട്ടിട്ടില്ലാത്തവർ അത് കേട്ടിട്ട് വേണം കേട്ടോ ഈ സെക്കൻഡ് സ്റ്റോറിയിലേക്ക് കടക്കാൻ. ഇത് നമ്മുടെ രേണുകയുടെ സ്റ്റോറിയാണ്. അപ്പോൾ തുടങ്ങാം. കാറിലിരുന്നുള്ള എൻ്റെ കൈക്രിയകൾ ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. അമ്മായി പുറമെ എതിർക്കുന്നുണ്ടെങ്കിലും കള്ളിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമോ ആവോ. അതിനിടയിൽ അമ്മായിയുടെ വായിൽ നിന്നും മുരളൽ ശബ്ദം പുറത്തു വന്നു. എന്തു പറ്റി രേണുകേ? ഒന്നുമില്ല സിന്ധു, ഒരുപാട് നേരമായി ഇരിക്കുകയല്ലേ, കാലിനൊരു വേദന. അമ്മായി പറഞ്ഞ നുണ കേട്ട് എനിക്ക് ചിരി വന്നു. ഇപ്പോൾ പഴയ എതിർപ്പൊന്നുമില്ല, ഇവരെ ഉടനെ എൻ്റെ കയ്യിൽ കിട്ടും. ഇങ്ങനെ മനക്കോട്ട കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടി തുടർന്നു. അപ്പോൾ എതിരെ വരുന്ന വണ്ടിയുടെ വെട്ടം പെട്ടെന്ന് തന്നെ കൈവിളിച്ചെടുത്തു. ഒന്നിനും സമ്മതിക്കില്ലല്ലോ. വണ്ടി പോയി കഴിഞ്ഞു. ഒന്നുകൂടി അറ്റംപ്റ്റ് നടത്തിയപ്പോൾ അതാ വീണ്ടും വേറെ വണ്ടി വരുന്നു. ഞാൻ വീണ്ടും കൈയെടുത്ത് മാറ്റി. നല്ലൊരവസരം ഒത്തു വന്നിട്ട്. അമ്മായി കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കാലടുപ്പിക്കുകയും അകറ്റുകയും ചെയ്യുന്നുണ്ട്. അടുത്തിരിക്കുന്ന ചേച്ചിയോട് സംസാരിക്കുമ്പോൾ വിറയ്ക്കുന്നുണ്ട്. വണ്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഗെയിമിൻ്റെ ലെവൽ ഞാനൊന്ന് മാറ്റിപ്പിടിച്ചു. അമ്മേ, ഇങ്ങോട്ട് ചേർന്നിരിക്കെ, ഞാൻ ചെവിയിൽ പതുക്കെ പറഞ്ഞു. അവർ തിരിഞ്ഞ് എന്നെ ഒന്ന് കടുപ്പിച്ച് നോക്കി. കള്ളി, നോക്കി പേടിപ്പിക്കേണ്ട, സുഖിച്ചിരിക്കുന്നത് ഞാൻ കണ്ടല്ലോ, ഇനിയും രസിപ്പിച്ചു തരാം, വാ. അമ്മായിക്ക് അനക്കമൊന്നുമില്ല. ഇനി ഇവർ അടുക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ബലം പിടിച്ച് നോക്കിയെങ്കിലും പറ്റുന്നില്ല. ഇനിയും ബലം പിടിച്ചാൽ അടുത്തിരിക്കുന്ന അവരറിയും. അതുകൊണ്ട് ഒന്നുകൂടി അമ്മായിയുടെ കഞ്ചാൻ ഞാൻ തയ്യാറായി. അമ്മ ഒന്ന് സഹകരിക്കൂ, എന്തിനാ ബലം പിടിക്കുന്നത്, ചേച്ചി കൂടി അറിയും. ഇത്രയും പറഞ്ഞിട്ടും ഒരു കുലുക്കവും ഇല്ല. ഇവർ ഒരു നടയ്ക്ക് പോകില്ല എങ്കിലും പിന്നെയും ഞാൻ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. അമ്മായിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഞാൻ ബലം പിടിച്ചപ്പോൾ ഒരു വേദനയുടെ ശബ്ദം പുറത്തു വന്നു. എന്തു പറ്റി രേണുകേ? ഒന്നുമില്ല, കഴുത്തിൽ ഉടക്ക് വീണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് തിരിച്ചപ്പോൾ വേദനിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ തുടയിൽ അവരുടെ നഖം ഇറക്കി ഒരു നുള്ള്. 3 ലോകവും ഞാൻ കണ്ടു. അമ്മാതിരി നുള്ളായിരുന്നു. ശബ്ദം പുറത്തു വരാതിരിക്കാൻ ഞാൻ കടിച്ചു പിടിച്ചു. അമ്മായിയുടെ കൈ എങ്ങനെയെങ്കിലുമാണ് മാറ്റിയത്. അമ്മായി കൈ എടുത്തിട്ടും എനിക്ക് അരയ്ക്കുന്നു. എന്തൊരു നീറ്റൽ! ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ നുള്ളുവോ? ഞാൻ അവിടെ ഇരുന്ന് തുട തടവിക്കൊണ്ടിരുന്നു. ഇതും തടവിക്കൊണ്ടിരുന്ന അമ്മായി ജയിച്ച പോലെ ആകില്ലേ? അങ്ങനെയൊന്നും ഞാൻ തോറ്റു പിന്മാറില്ല എന്നറിയിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ശ്രമം തുടർന്നു. വീണ്ടും കയ്യിൽ കയറി പിടിച്ചു. എങ്ങനെയെങ്കിലും കൈ തട്ടി മാറ്റി ഒന്നുകൂടി പിടിച്ചു. അപ്പോഴേക്കും നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലം എത്തി. ശോഭ ചേച്ചി കയറുന്നില്ലേ? സിന്ധു വാടി. ഇല്ലടി, പിന്നെ ഒരിക്കൽ കയറാം. ഇതും പറഞ്ഞ് അവർ വണ്ടി വിട്ടു. ഞാനും അമ്മായിയും ഇടവഴിയിൽ കൂടി നടക്കാൻ തുടങ്ങി. നടക്കുമ്പോഴും തുടയിലൊരു വേദന. കുറച്ച് ദൂരം നടന്നപ്പോൾ അമ്മായി ഒരു വിളി, മോനെ അവിടെ ഒന്ന് നിന്നേ. ഞാൻ നിന്നതും ഒറ്റയടി എൻ്റെ ചെക്കിട്ടത്ത് തന്നെ കിട്ടി. നിന്റെ വേഷം കെട്ട് എൻ്റെ അടുത്ത് വേണ്ട. മോനെ പോലെ കണ്ട് കൂടെ നടന്നപ്പോൾ വൃത്തികെട്ടവൻ, ഇനി എനിക്ക് നിന്നെ കാണണ്ട. നിന്റെ മനസ്സിൽ ഇതൊക്കെ ആയിരുന്നല്ലേ? ഇത്രയും പറഞ്ഞ് അവർ നടന്നു നീങ്ങി. ഞാൻ അപ്പോഴും അടികിട്ടിയ കവിളും പൊത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു. കുറച്ചു കഴിഞ്ഞാണ് സ്ഥലകാലബോധം വന്നത്. അപ്പോഴേക്കും അമ്മായി പോയിരുന്നു. ഞാൻ മുന്നോട്ട് നടന്നു. അപ്പോഴൊക്കെ അമ്മായി പറഞ്ഞ വാക്കുകൾ എനിക്ക് ചുറ്റും മുഴങ്ങി കേട്ടു. ഇവരെ കിട്ടില്ലേ ദൈവമേ, എന്തൊരടിയാണ് ഇവരടിക്കുന്നത്. എന്തായാലും താടി വളർത്തിയത് നന്നായി. അടിയുടെ പാട് ആരും കാണുമെന്ന് പേടിക്കണ്ടല്ലോ. താടിയെല്ല് പൊട്ടിയോ എന്തോ ഭഗവാനെ. ഈ പോക്ക് പോയാൽ ഇവരെ ബലാത്സംഗം ചെയ്യേണ്ടി വരും. അല്ലാതെ ഇവർ ജന്മം ചെയ്താൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും വല്ലാത്ത അടിയായിപ്പോയി. പോട്ടെ, ഒന്നുമില്ലെങ്കിലും കുറേ നേരം പിടിച്ച് സുഖിച്ചതല്ലേ. അതാലോചിച്ചപ്പോൾ മനസ്സിനൊരു കുളിർമ. ഇതൊക്കെ ആലോചിച്ച് ഞാൻ വീടെത്തിയപ്പോൾ ഭാര്യ മുന്നിൽ നിൽക്കുന്നു. എന്താ ചേട്ടാ അമ്മയുടെ കൂടെ വരാത്തത്? അതെടി, ഞാൻ മൂത്രം ഒഴിക്കാൻ മുട്ടിയപ്പോൾ. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു?
സാധാരണ പോലെ തന്നെ. രമ്യ പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടാതെ കയറിപ്പോയി. മുഖമൊക്കെ വല്ലാതെയാണ് ഇരിക്കുന്നത്. യാത്ര ചെയ്തതിൻ്റെ ആകും. ഇതും പറഞ്ഞ് ഞാൻ കുളിമുറിയിൽ കയറി. ഇനി അവിടെ നിന്നാൽ അവൾ വല്ലതും ചോദിക്കും. കണ്ണാടിയിൽ മുഖം നോക്കി. പാടൊന്നുമില്ല, പക്ഷെ നല്ല വേദന. തുടയിൽ നോക്കിയപ്പോൾ അടയാളം കിടപ്പുണ്ട്. ചുമന്ന് തടിച്ചു കിടക്കുന്നു. കവിളിൽ അതിൻ്റെ വേദനയുടെ ഇരട്ടി വേദനയുണ്ട്. കുളിച്ചുപോയി കിടന്നത് ഓർമ്മയുണ്ട്. പിറ്റേന്ന് കാലത്ത് രമ്യ വിളിക്കുമ്പോഴാണ് എണീക്കുന്നത്. എന്തടി, കുറച്ചുറങ്ങട്ടെ? ചേട്ടാ, ഈ കാലിൽ എന്തു പറ്റി? നീലിച്ചു കിടക്കുന്നു. എൻ്റെ കൈലി മാറി. അമ്മായി നുള്ളിയ പാടവൾ കണ്ടു. അതെടി, എൻ്റെ ഒരു കൂട്ടുകാരൻ നുള്ളിയതാ. ഏത് കൂട്ടുകാരൻ? അനി. അതെന്തിന്? ഞാൻ എന്തോ കളിയാക്കിയതിന്. അല്ല, നീ എന്താ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പോലീസ് ചോദിക്കും പോലെ ചോദിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല ചേട്ടാ, വല്ലാത്ത നുള്ളായിപ്പോയി. കാല് കിടക്കുന്നത് കണ്ടില്ലേ? മനസാക്ഷിയില്ലാത്ത കൂട്ടുകാരനാണെന്ന് തോന്നുന്നു. അതൊക്കെ അങ്ങ് പൊക്കോളും. നീ ജോലിക്ക് പോകാൻ നോക്ക്. അവൾ പോയപ്പോൾ ഞാനൊന്ന് നോക്കി. നീലിച്ച് കിടപ്പുണ്ട്. അത് നോക്കിയിരുന്നപ്പോഴാണ് ഈ കിട്ടിയ നുള്ളല്ല, അവർ വഴുതിപ്പോയ വിഷമത്തിലാണ് ഞാൻ. എനിക്കാണെങ്കിൽ ആകെ കൊണ്ട് നിരാശ അടിച്ചിരുന്നു. അവൾ ഇറങ്ങാൻ നേരം വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. പല്ല് തേച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ്. അല്ല, അപ്പോൾ ഞാൻ ചെയ്തതൊന്നും അവർക്കിഷ്ടപ്പെട്ടില്ലേ? പിന്നെ അവരെന്തിനാ ഇടയ്ക്ക് സഹകരിക്കുന്നത് പോലെയൊക്കെ പെരുമാറിയത്? അപ്പോൾ അതൊന്നും അറിയണമല്ലോ. എങ്ങനെ? അമ്മായിയോട് ചോദിച്ചു നോക്കാനൊന്നും പറ്റില്ല. വേറൊരു ഐഡിയ പ്രയോഗിക്കാം. ഞാൻ പല്ല് തേച്ചിട്ട് പുറത്തിറങ്ങി. നേരെ അവരുടെ മുറിയിലേക്ക് വെച്ച് പിടിച്ചു. വാതിലിൻ്റെ അവിടെ ബ്രേക്കിട്ട് നിന്നു. അമ്മായി അടുക്കളയിലാണ് എന്നുറപ്പിക്കണമല്ലോ. ഞാൻ അവിടെ പോയി നോക്കി. അടുക്കളയിൽ തന്നെ ഉണ്ട്. സമാധാനം. അവരുടെ മുറിയിലോട്ട് തന്നെ പോയി. അവർ കഴുകിയിട്ട് കാണുമോ നോക്കാം. ഭാഗ്യം, ഞാൻ ഉദ്ദേശിച്ചത് അവിടെ തന്നെ ഉണ്ട്. ഞാൻ മേടിച്ചു കൊടുത്തതാണിട്ടത്. ഞാനത് എടുത്തു നോക്കി. എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യമായി. ഞാനതെടുത്ത് പോക്കറ്റിൽ വെച്ച് അടുക്കളയിലേക്ക് നടന്നു. അമ്മേ, പിണക്കമാണോ? നീ എന്താ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഇന്നലെ കിട്ടിയത് പോരെ? അമ്മ, ഞാൻ സോറി പറയാൻ വന്നതാണ്. നീ ഒന്നും പറയണ്ട, പോയാൽ മതി. ഒരു സംശയം ചോദിക്കാനുണ്ട്, അത് ചോദിച്ചിട്ട് പൊക്കോളാം. അമ്മായി ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പോക്കറ്റിലിരുന്ന് സാധനം എടുത്ത് അമ്മായിയെ കാണിച്ചുകൊണ്ട് എൻ്റെ ആ സംശയം ചോദിച്ചു. ഇത് കണ്ടതും അമ്മായിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇങ്ങോട്ടെടുക്കടാ അത്. വന്ന് വന്ന് എന്തു ആവാ എന്ന് കരുതിയോ? ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കി. ഞാനത് ഉയർത്തിപ്പിടിച്ചു. ഇങ്ങ് താടാ, നീ എന്തിനാ അതെടുത്തത്? ചുമ്മാ. അമ്മ, ഇത് പറ, എന്തുകൊണ്ട്? എങ്ങനെ? ഇങ്ങോട്ടിടടാ അത്. ഭീഷണി വേണ്ട മോളെ രേണു. എൻ്റെ സംശയം തീർത്തു തന്നാൽ ഞാൻ പോകാം. നീ എന്താ വിളിക്കുന്നത്? ഞാൻ നിൻ്റെ ഭാര്യയുടെ അമ്മയാണ്. അതിങ്ങെടുക്ക്. എൻ്റെ കയ്യിൽ നിന്നത് പിടിക്കാൻ ശ്രമിച്ചിട്ട് പറ്റാതെ അമ്മായി കരയാൻ തുടങ്ങി. മോനെ, അതിങ്ങുതാ. ആരെങ്കിലും കണ്ടാ കെട്ടിത്തൂങ്ങി ചത്താൽ മതി. ഞാൻ ചോദിച്ചതിന് ഉത്തരെന്താ? എന്നാ ഞാൻ തരാം. മിണ്ടാതെ നിന്ന് കരയാൻ തുടങ്ങി. അതെ, അടവൊന്നും വേണ്ട, പറഞ്ഞേ പറ്റൂ. ഇന്നലെ എൻ്റെ തുടനുള്ളി പറിച്ചു. ചെപ്പക്കുറ്റി അടിച്ചു തെറിച്ച ആളല്ലേ? പറ. നീ എൻ്റെ വായിൽ നിന്നത് കുറേ കേൾക്കും. എടുക്കണ ഇങ്ങോട്ട്. ആ, കയറി വാ. ഇപ്പോഴല്ലേ രേണു സൂപ്പറായത്. അല്ലാതെ ഈ കരച്ചിലും പിഴിച്ചിലും ഒന്നും രേണുവിന് ചേർന്നതല്ല. ഇനി ഇത് പറയുകയും കൂടി ചെയ്താൽ ഞാൻ തരുമല്ലോ. നീ അതവിടെ വെച്ചിട്ട് പോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അയ്യോ, ഞാൻ പേടിച്ചു. ഒന്ന് പോയേ. പറയാതെ ഞാനിത് തരുന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ രേണു പറയണ്ട. ഞാൻ രമ്യയോട് ചോദിച്ചു നോക്കാം, അവൾക്കറിയായിരിക്കും. ഇത് പറഞ്ഞ് ഞാൻ അതും എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു. നല്ല സ്വയംഭൻ ചരക്കാണ് അമ്മ. ഞാൻ തിരിഞ്ഞ് അമ്മായിയെ നോക്കിക്കൊണ്ട് വശ്യമായി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അമ്മായി പാഞ്ഞെൻ്റെ നേർക്ക് വന്നു. അത് പിടിച്ചു വേടിക്കാൻ തുടങ്ങി. അമ്മായിയുടെ ഊക്കിനുള്ള വരവിൽ ഞാനും അമ്മായിയും കൂടി എൻ്റെ മുറിയുടെ വാതിലിൽ പോയി ഇടിച്ചു നിന്നു. കതക് കുറ്റിയിട്ടത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ വീണ് തല പൊട്ടിയേനെ.
എൻ്റെ മുതുക് ഊക്കിന് പോയി കതകിലിടിച്ചു. പുറം പൊളിഞ്ഞെങ്കിലും ഫ്രണ്ടിൽ അമ്മായിയുടെ നെഞ്ചു വന്നിടിച്ച സുഖമായിരുന്നു. അമ്മായി ഇതൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ കയ്യിൽ അത് പിടിച്ചു വാങ്ങാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴൊക്കെ അമ്മായി എൻ്റെ ദേഹത്തോട് മുട്ടി ഉരുമി കിട്ടുന്ന സുഖത്തിലായിരുന്നു ഞാൻ. എനിക്കൊരു കുസൃതി തോന്നി. ഞാൻ എന്ത് ചെയ്തെന്നോ, മുമ്പ് ബീച്ചിൽ വെച്ച് അമ്മായിയോട് കാട്ടിയ അതേ കുസൃതി കുറച്ചുകൂടി ഫോഴ്സിൽ കാട്ടി. അതോടെ അമ്മായി പെരുവിരലിൽ ഉയർന്നു പൊങ്ങി. ആ കിട്ടിയ അവസരം ഞാൻ നല്ലതുപോലെ മുതലാക്കി. അമ്മായി 2 കൈകൊണ്ട് എന്നെ തള്ളി മാറ്റി അടുക്കളയിലേക്ക് ഓടി. ഞാനും കൂടെ പോയി. അമ്മായി അവിടെ നിന്ന് കരയുകയാണ്. ഞാൻ പതുക്കെ അടുത്തേക്ക് നടന്നു. എന്തിനാ രേണു കരയുന്നത്? ഞാൻ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ കൈ തട്ടി മാറ്റി എന്നെ കത്തിക്കുന്ന ഒരു നോട്ടം നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ തൊടരുത്, നിൻ്റെ ഉദ്ദേശം വേറെയാണ്. അതെ, എൻ്റെ ലക്ഷ്യം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് തന്നെയാണ് ഞാൻ മോളെ കെട്ടിയത്. നിങ്ങളെ കെട്ടാൻ പോലും എനിക്ക് സമ്മതമായിരുന്നു. പക്ഷേ എനിക്കറിയായിരുന്നു നിങ്ങൾ സമ്മതിക്കില്ല. ഇതാവുമ്പോൾ ആരും അറിയില്ല നമുക്ക്. നീ എന്താടാ എന്നെക്കുറിച്ച് കരുതിയത്? നിനക്ക് ഞാൻ തുണി അഴിച്ച് തരുമെന്നോ? പല കൊടികെട്ടിയവന്മാർ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാ നീയെങ്കിലും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് കരുതി നിന്റെ കുട്ടിക്കളിക്ക് കൂട്ടുനിന്നപ്പോൾ. എൻ്റെ രേണുവിനെ ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ ഭാര്യയേക്കാൾ ഇഷ്ടമാണ് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് രേണുവിനെ ജീവനാണ്. നിനക്ക് നാണമില്ലേ ഇങ്ങനെ പറയാൻ? ഇല്ല, എനിക്ക് നാണമില്ല. എനിക്കറിയാം രേണുവിനും ഇതൊക്കെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ടല്ലേ ഇന്നലെ സഹകരിക്കുന്ന പോലൊക്കെ ഇരുന്നത്. എന്തിനാ എന്നോട് അടവെടുക്കുന്നത്? ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മായിയുടെ പിറകിൽ കൂടി കെട്ടിപ്പിടിച്ച് കഴുത്തിലൊരു ഉമ്മ കൊടുത്തു. വിടടാ എന്നെ. ഇതും പറഞ്ഞുകൊണ്ട് എന്നെ കുടഞ്ഞു മാറ്റാൻ നോക്കി. ഞാൻ കുറച്ചുകൂടി മുറുക്കി പിടിച്ചുകൊണ്ട് കഴുത്തിൽ അമർത്തി ഉമ്മ വയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ കൈ അമ്മായി വിറക് കഷ്ണമെടുത്ത് കയ്യിൽ വെച്ച് പിടിച്ചതാണ്. ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി ബക്കറ്റിലെ വെള്ളത്തിൽ കൈമുക്കി. എനിക്ക് ഉയിര് പോകുന്നത് പോലെ തോന്നി. എൻ്റെ പിടച്ചിലും സഞ്ചാരവും ഒക്കെ കണ്ട് അമ്മായി ഒന്ന് ഞെട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നോക്കട്ടെ. നോക്കി തന്നെ വെച്ചേക്കുന്നത്. ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് മനുഷ്യനെ കൊല്ല ചെയ്യാൻ. ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ വല്ല വിഷവും കലക്കിത്താ. എൻ്റെ കൈ വെന്ത് നശിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ നീ എന്നോട് ചെയ്തതോ? എൻ്റെ വേണ്ടാത്തിടത്തൊക്കെ കയറി പിടിച്ചത് ഒരു തെറ്റുമില്ലേ? ഞാൻ നിൻ്റെ അമ്മയുടെ സ്ഥാനമാണ്. സ്ഥാനമല്ലേ, അല്ലാതെ അമ്മയൊന്നും അല്ലല്ലോ. നീറിയിട്ട് വയ്യ. അയ്യോ, കൈ വെള്ളത്തിൽ നിന്നെടുത്തപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. വേദനയാണെങ്കിൽ സഹിക്കാനും വയ്യ. ഞാൻ തേൻ വെച്ച് തരാം, അപ്പോൾ വേദന കുറയും. ഒരു കോപ്പും വെക്കണ്ട. ഇനി ഇവിടെ നിന്നാൽ ഞാൻ വല്ലതും പറയും. അതും കൂടി കേൾക്കേണ്ടി വരും കൈ പൊള്ളിച്ച് വെച്ചിട്ട്. ഇതാ നിങ്ങളുടെ കോപ്പ്. ഇതും പറഞ്ഞ് ഞാൻ അമ്മായിയുടെ ഡ്രസ്സെടുത്ത് മുഖത്തെറിഞ്ഞു കൊടുത്തു. പിന്നെയും വെള്ളത്തിൽ കൈ താഴ്ത്തി. അപ്പോഴേക്കും അമ്മായി തേനുമായി വന്നു. കൈ കാട്ട്, ഇത് പുരട്ടുമ്പോൾ വേദന കുറയും. ഞാൻ അതും തട്ടി തെറിപ്പിച്ചിട്ട് ഇറങ്ങി വണ്ടി എടുത്തുകൊണ്ട് അടുത്തുള്ള സർക്കാർ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡോക്ടറിനെ കാണാൻ നിൽക്കുമ്പോഴാണ് ലളിത ചേച്ചി നിൽക്കുന്നു. ലളിത ചേച്ചി ആരെന്നല്ലേ? ഞാൻ ലളിത ചേച്ചി എന്ന് വിളിക്കുന്നെങ്കിലും അവർക്ക് 19 വയസ്സ് വരും. കുഞ്ഞിലെ വിളിച്ച് ശീലിച്ചതാണ്. അഭിസാരികയായിരുന്നു. ഇപ്പോൾ അല്ല. ആവശ്യക്കാരില്ല എന്ന് പറയാം. ഞാനുമായിട്ട് മറ്റേ ഇടപാടൊന്നുമില്ല. എൻ്റെ വീടിനടുത്തായിരുന്നു താമസം. എൻ്റെ മോനെ പോലെയാണ്. എൻ്റെ വീടിനടുത്ത് ഒരു കടയുണ്ട്. ലളിത ചേച്ചി കടയിൽ വരുമ്പോൾ എനിക്ക് മിഠായിയും ബിസ്ക്കറ്റും ഒക്കെ മേടിച്ച് തരുമായിരുന്നു. അമ്മയോ അച്ഛനോ കണ്ട അപ്പോൾ തന്നെ അത് മേടിച്ച് കളയുമായിരുന്നു. അല്ലാത്തപ്പോൾ ഞാൻ തിന്നും. അമ്മയും അച്ഛനും ഇത് മേടിച്ച് കളഞ്ഞ് അവരെ ആട്ടും. എങ്കിലും ലളിത ചേച്ചി അവർ കാണാതെ വീണ്ടും മേടിച്ച് തരും. പാവം, എന്നെ വലിയ ഇഷ്ടമാണ്. അവർക്ക് മക്കളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഞാൻ വല്ലപ്പോഴും പൈസയൊക്കെ കൊടുക്കും. വേണ്ട എന്നൊക്കെ പറയും. എന്നാലും നിർബന്ധിച്ചു കൊടുക്കും. അവർ പണ്ട് മേടിച്ചു തന്ന മിഠായിയുടെ കൂറ് മാത്രമല്ല, ആയ കാലത്ത് അവരെ ഊറ്റിപ്പിഴിഞ്ഞവർ തന്നെ കളിയാക്കുമ്പോൾ എനിക്ക് ലളിത ചേച്ചിയോടൊരു പുച്ഛവുമില്ല എന്നറിയിക്കാനും.
ഇപ്പോൾ ഒരു ഹോട്ടലിൽ പാത്രം കഴുകാനും മറ്റും നിൽക്കുകയാണ്. പനി ആയതുകൊണ്ട് വന്നതാണ്. എന്തു പറ്റി മോൻകുട്ട? അടുപ്പിലിരുന്നൊരു വിറക് കയ്യിൽ വീണതാ. നോക്കട്ടെ. ഇത് വിറക് വീണതല്ല, ആരോ വിറക് വെച്ച് പൊള്ളിച്ചതാണ്. എന്നോട് നുണ പറയല്ലേ മോൻകുട്ട. ആരാ ഇത് ചെയ്തത്? അത് രമ്യയാണോടാ? പെണ്ണാൾ കൊള്ളാമല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ കൈ വേവിച്ച് വെച്ചേക്കുന്നു. അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. ചോദിക്കല്ലേ ലളിതേച്ചി, അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. തമാശയ്ക്ക് എന്തോ ചെയ്തതാണ്. ഇപ്പോൾ തന്നെ വീട്ടിൽ കിടന്ന് കരച്ചില്ല. ഞാൻ വായിൽ വന്ന നുണ തട്ടിവിട്ടു. ഞാൻ ചോദിക്കുന്നില്ല. അപ്പോഴേക്കും എനിക്ക് കയറാനുള്ള ഊഴവായി. ലളിത ചേച്ചി യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ ഡോക്ടറെ കയറി കണ്ട് കയ്യിൽ മരുന്നൊക്കെ വെച്ചിട്ടാണ് വീട്ടിൽ ചെന്നത്. അമ്മായി എന്നെ നോക്കി വാതിൽക്കൽ നിൽപ്പുണ്ട്. ഞാനൊന്നും മിണ്ടാതെ അകത്ത് കയറിപ്പോയി കിടന്നു. അമ്മായി പിറകെ വന്നു. മോനെ, ഞാനൊന്നും മിണ്ടാതെ കിടന്നതേ ഉള്ളൂ. കുറേ ദിവസം എന്നോട് മിണ്ടാതിരുന്നതല്ലേ. അമ്മായി കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ എൻ്റെ കൈ അമ്മായിയുടെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഊതി തരുന്നുണ്ട്. ഞാൻ കൈ വലിച്ചെടുത്തു. കൂടുതൽ സ്നേഹിക്കല്ലേ. മനുഷ്യത്വമുള്ളവർ ചെയ്യുന്ന പണിയാണോ അമ്മ കാണിച്ചത്? ഇനി ഒരു സ്നേഹവും കാണിക്കണ്ട. അമ്മായി കണ്ണും തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. എനിക്കത് കണ്ട് വിഷമമായെങ്കിലും ഞാനൊന്നും മിണ്ടിയില്ല. ലീവിന് വിളിച്ച് ചോദിച്ചു നോക്കി. റെയിൽവേയിൽ ലീവ് കിട്ടാൻ വലിയ പാടാണ്, കൈ പൊള്ളിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ ഒരു ലീവ് കിട്ടി. വൈകുന്നേരം രമ്യ വന്ന് കൈ കണ്ട് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അടുപ്പിലിരുന്ന വിറക് വീണതാണെന്നൊക്കെ പറഞ്ഞു. ഇത് ചോദിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ അമ്മായി എന്നെ നോക്കുന്നുണ്ട്. ചേട്ടൻ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോയത്? അമ്മ പുറത്തെന്തിനോ നിൽക്കുകയായിരുന്നു. ഞാൻ വിറകൊന്ന് നീക്കി കൊടുത്തതാ. പക്ഷേ അതെൻ്റെ കയ്യിൽ വന്ന് വീണു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. രാവിലെ എപ്പോഴോ അവൾ എൻ്റെ കയ്യിൽ അവളുടെ തല വെച്ച് കിടന്നു. പൊള്ളിയ കൈ ആയതുകൊണ്ട് വേദന സഹിക്കാൻ പറ്റിയില്ല. ഞാൻ നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പോഴേക്ക് അവളും എഴുന്നേറ്റ് കയ്യിൽ ഊതി തന്നു. ചേട്ടാ, ഞാൻ കണ്ടില്ല. അമ്മായിയും വന്ന് വാതിലിൽ മുട്ടി. അവൾ ഡോർ തുറന്ന് അമ്മായിയോട് കാര്യം പറഞ്ഞു. അമ്മായിയും കുറച്ചു നേരം അവിടെ നിന്നു. എന്നെ നോക്കുമ്പോൾ ഞാൻ തല വെട്ടിച്ചു മാറ്റി. അങ്ങനെ കുറച്ചു നേരം കൂടി നിന്നിട്ട് അമ്മായി ഇറങ്ങിപ്പോയി. ഞാനും കിടന്നുറങ്ങി. കാലത്ത് രമ്യ പോയി കഴിഞ്ഞാണ് ഞാൻ പിന്നെ ഉറക്കം എണീറ്റത്. പല്ല് തേച്ച് പുറത്തിറങ്ങുമ്പോൾ ഭക്ഷണമൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അമ്മായിയെ കാണാനില്ല. അടുക്കളയിലായിരിക്കും. ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നു. വലത് കൈ വെച്ച് കഴിച്ചാൽ ശരിയാകില്ല. കൈ കഴുകാൻ നേരം പരലോകം കാണേണ്ടി വരും. അതുകൊണ്ട് ഇടത് കൈ വെച്ച് കഴിക്കാം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മായി വന്നു. എന്നെ നോക്കി. ഞാൻ കുനിഞ്ഞിരുന്ന് വേഗം കഴിച്ചിട്ട് എഴുന്നേറ്റു. മുറിയിൽ പോയി സിനിമ കണ്ടുകൊണ്ടിരുന്നു. സിനിമ തീർന്നപ്പോൾ പുറത്തിറങ്ങി. അമ്മായി ഒന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണം അത് കണക്ക് മേശപ്പുറത്തിരിക്കുന്നു. അടുക്കളയിൽ നോക്കിയിട്ട് ആളിനെ കാണുന്നതുമില്ല. അല്ലെങ്കിലും ചെറ്റത്തരം ഞാൻ കാണിച്ചിട്ട് കുറ്റം മൊത്തം അമ്മായിയുടെ മേൽ കെട്ടിവെക്കണ്ടായിരുന്നു. മുറിയിൽ കിടക്കുകയാണ് പാവം. അത്ര പാവമൊന്നുമല്ല. ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. അമ്മേ, എന്താ ഭക്ഷണം കഴിക്കാത്തത്? വയ്യേ? പെട്ടെന്ന് ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ നല്ലതുപോലെ പൊള്ളിയല്ലേ, മോന് നല്ലതുപോലെ വേദനിച്ചു അല്ലേ? എനിക്ക് വേദനയൊന്നുമില്ല. അതിനാണോ അമ്മയൊന്നും കഴിക്കാതെ കയറി കിടക്കുന്നത്? വാ, എഴുന്നേറ്റ് വാ. എനിക്കും കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി മേശയിലിരുത്തി ഭക്ഷണം എടുത്തു കൊടുത്തു. അമ്മായി കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ 1-2 ദോശ കൂടി എടുത്ത് പാത്രത്തിൽ വെച്ച് കൊടുത്തു. കഴിച്ചെഴുന്നേറ്റപ്പോൾ ഞാനും എഴുന്നേറ്റ് മുറിയിൽ പോയി കിടന്നു. നല്ല തലവേദന. ഇനി ഇതിന് പുറകെ പനി കൂടി വരുന്നോ എന്തോ. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മായി മുറിയിൽ കയറി വന്നു. മോനെ, നല്ല വേദനയുണ്ടോ? ഇല്ല, നല്ല സുഖം. മോൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ എനിക്ക് ദേഷ്യം വന്നാൽ എന്താ ചെയ്യുക എന്നറിയില്ല. അതെനിക്ക് മനസ്സിലായി. എന്നാലും ഇത്തിരി കടുപ്പമായിപ്പോയി. എൻ്റെ കൈ വേവിച്ച് കളഞ്ഞു. നിനക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടല്ലേ? ഉണ്ട്. അത് പറഞ്ഞപ്പോൾ അമ്മായിയുടെ മുഖം മങ്ങി. ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? അതിനല്ല,
എനിക്ക് ദേഷ്യം. എന്നോട് മിണ്ടാതെ കുറേ നാൾ നടന്നില്ലേ? അത് നീ ഞാനൊന്നും പറയുന്നില്ല. നീ എന്താ ഇങ്ങനെ? ഞാൻ നിൻ്റെ അമ്മ ഉപദേശിക്കാനാണെങ്കിൽ വേണ്ട. എനിക്ക് ഒന്നാമത് തലവേദന എടുക്കുന്നു. എന്തു പറ്റി? പനിയാണോ? ആണെന്ന് തോന്നുന്നു. അമ്മായി കൈ എൻ്റെ നെറ്റിയിൽ വെച്ച് നോക്കി. ചെറിയ ചൂടുണ്ട്. ഞാൻ പോയി മരുന്നെടുത്തോണ്ട് വരാം. മരുന്ന് കൊണ്ട് തന്നു. ഞാൻ കഴിച്ചിട്ട് വീണ്ടും കിടന്നു. അമ്മ കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ. അടുക്കളയിൽ ജോലിയൊന്നും തീർന്നില്ല. അത് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. അമ്മായി കട്ടിലിരുന്നു. ഞാൻ മടിയിൽ തലവെച്ച് കിടന്നു. പേടിക്കണ്ട അമ്മേ, ഞാൻ ഒന്നിനുമില്ല. എനിക്ക് വയ്യാത്തതുകൊണ്ട് വിളിച്ചതാണ്. അമ്മായി എൻ്റെ തലയിൽ തടവിക്കൊണ്ടിരുന്നു. അമ്മേ, എന്നോട് നല്ല ദേഷ്യമുണ്ടല്ലേ? ചിലപ്പോൾ തോന്നും നിന്നെപ്പോലൊരു വഷളൻ ലോകത്തില്ല എന്ന്. ചിലപ്പോൾ തോന്നും നീ എന്ത് പാവമാണെന്ന്. നീ എന്താടാ ഇങ്ങനെ? നിനക്ക് ഇതുപോലെ നല്ല മോനായിരുന്നൂടെ? രേണു ഉപദേശമാണെങ്കിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് രേണുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് തല്ലിയാലും പൊള്ളിച്ചാലും ഒന്നും പോവുകയില്ല. ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട പെണ്ണായത്. എനിക്ക് മറക്കാനൊക്കത്തില്ല. രേണുവിന് ഇഷ്ടമല്ലെങ്കിൽ ഇനി ഞാൻ ശല്യം ചെയ്യില്ല. പക്ഷേ എന്തിൻ്റെ പേരിലായാലും എന്നോട് പിണങ്ങി നടക്കരുത്. അതെന്നെക്കൊണ്ട് താങ്ങാനൊക്കത്തില്ല. 2 ആഴ്ചയാ ദുഷ്ട എന്നോട് പിണങ്ങി നടന്നത്. കാൽ പിടിച്ചാൽ പോലും അലിയാത്ത മനസ്സും. അത് നീ അന്ന് ബീച്ചിൽ വെച്ച് എന്തൊക്കെയാ കാണിച്ചത്? അതുകൊണ്ടാ. അന്നേരം ആ ഒരു ഇതിൽ അങ്ങനെ പറ്റിപ്പോയി. അതിന് ക്ഷമിച്ചൂടെ? ഇപ്പം ഞാൻ ക്ഷമിച്ചത് കണ്ട? അതെങ്ങനെ? മനസ്സിൽ സ്നേഹം വേണ്ടേ? എല്ലാം പ്രഹസനമാണ്. എന്നാൽ എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിക്കിടന്നോ? അങ്ങനെ ഇപ്പം ഇറങ്ങുന്നില്ല. ബീച്ചിൽ വെച്ച് അറിയാതെ. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് കാറിൽ വെച്ചോ? ഇന്നലെ ചെയ്തതോ? കാറിൽ വെച്ചോ? അത് ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. അപ്പോൾ കൂടെ ഞാൻ ചോദിച്ചതല്ലേ മിണ്ടു എന്ന്. അപ്പോൾ എന്തായിരുന്നു പോസ്? അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതാണ്. അതിനെന്താ? എൻ്റെ കാൽ നുള്ളിപ്പറിച്ച് വെച്ചേക്കുവാണ്. എനിക്ക് കാര്യമായിപ്പോയി. അന്നേരം എനിക്ക് വന്ന ദേഷ്യത്തിന് നിന്നെ കൊല്ലാനുള്ളതായിരുന്നു. ദേഷ്യം ഞാൻ മറ്റേതിൽ കണ്ടു. നീ നന്നാവില്ല, ഞാൻ പോണു. അതേ പോവല്ലേ, ഞാനൊന്നും പറയുന്നില്ല. കുറേ നേരത്തെ മൗനത്തിന് ശേഷം, നീ എന്തിനാ എന്നെ രേണു എന്ന് വിളിക്കുന്നത്? അമ്മയെന്ന് വിളിച്ചു മടുത്തോ? നിന്നേക്കാൾ എത്ര വയസ്സിന് മൂത്തതാണ് ഞാൻ. അതെനിക്ക് സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്നതല്ലേ. മോനെ, നീ എൻ്റെ മോളോട് കാണിക്കുന്നത് ശരിയാണോ? അറിഞ്ഞോ അറിയാതെയോ ഞാനും കുറച്ച് വളം വെച്ചു. കഴിഞ്ഞോ? ഇതൊക്കെ കേട്ട് നന്നാവാനാണെങ്കിൽ ഞാൻ എന്നേ നന്നായി പോയേനെ. അതുകൊണ്ട് അത് വിട്. കുറച്ച് മരുന്നെടുത്ത് എൻ്റെ കയ്യിൽ തേച്ചതാ. എവിടെ? ദോ അവിടെ ഇരിക്കുന്നു. അമ്മായി അതെടുത്ത് എൻ്റെ കയ്യിൽ തേച്ച് തന്നു. നല്ലതുപോലെ പൊള്ളിയല്ലേ? ദേ രേണു, ഞാൻ വല്ലതും വിളിച്ചു പറയും. അപ്പോൾ അമ്മായി ഒന്ന് ചിരിച്ചു. ഞാൻ മുഖത്ത് നോക്കിയിരുന്നു. എന്ത് ഭംഗിയാ രേണു ചിരിക്കുന്നത് കാണാൻ. സുഖിപ്പിക്കല്ലേ, ഒരുപാട് നേരമായി തുടങ്ങിയിട്ട്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. ഇനി ഇഷ്ടപ്പെല്ലെങ്കിൽ ഓക്കെ, പറയില്ല. എൻ്റെ മനസ്സിൽ പറയാലോ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. നമ്മളുടെ അന്നേരത്തെ സംസാരം കണ്ട ഇന്നലെ ഇവിടെ ഒന്നും നടന്നില്ല എന്ന് തോന്നും. കുറേ കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ അമ്മായി എൻ്റെ മുണ്ട് മാറ്റി നോക്കിയാണ്. രേണു ആള് കൊള്ളാലോ. അടിക്കുന്നു, ഇടിക്കുന്നു, കൈ പൊള്ളിക്കുന്നു. ഉറങ്ങിക്കിടക്കുമ്പോൾ ഇതാണല്ലേ പണി. മോശം. നീ എന്താടാ പറയുന്നത്? ഒന്നും അറിഞ്ഞൂടാ. എന്തൊരഭിനയം. എന്തിനാ ഒളിഞ്ഞു നോക്കുന്നത്? എന്നോട് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരില്ലേ? നിർത്തടാ വൃത്തികെട്ടവനെ. ഏതു നേരവും ഈ ഒരു ചിന്തയേ ഉള്ളൂ. ഞാൻ നുള്ളിയ പാട് നോക്കിയതാണ്. ഞാൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. രേണു പറഞ്ഞത് സത്യമാവാനാണ് സാധ്യത. എന്നാലും ദൈവം തന്ന ചാൻസാണ്. ഇതിൽ പിടിച്ച് കയറാം. ഞാൻ വിശ്വസിച്ചു. നമ്മൾ തെറ്റ് ചെയ്താൽ സമ്മതിക്കും. ഇതുപോലെ കിടന്നുരുളൂല്ല. പിന്നെ നുള്ളിയ പാട് നോക്കാൻ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ വന്ന് മുണ്ടുപൊക്കി നോക്കേണ്ട. എന്ത് വൃത്തികേടാ നീ പറയുന്നത്? ഞാൻ പറഞ്ഞപ്പോൾ വൃത്തികേട്. ഈ കാണിച്ചതോ? ഞാൻ എന്ത് കാണിച്ചു? ഞാൻ വന്നപ്പോൾ നിൻ്റെ മുണ്ട് മാറി. ഇന്നലെ നുള്ളിയ പാട് കിടക്കുന്ന കണ്ടു. അത് നോക്കിയപ്പോൾ ആണ് നീ ഉണർന്നത്. അല്ലാതെ നീ പറയും പോലെ അല്ല. ഞാൻ വിശ്വസിച്ചേ. എങ്ങനെ പറ്റുന്നു ഇങ്ങനെ നുണ പറയാൻ?
എൻ്റെ പൊന്നോ, അപാരം തന്നെ. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ വിശ്വസിക്കൂല. ഇനി ആവട്ടെ, ഞാൻ കാണിച്ചു തരാം. നീ എന്ത് കാണിക്കാൻ? നോക്കിയത് ഞാൻ കാണിച്ചു തരാം. വൃത്തികേട്. ഇനി നീ എന്നോട് മിണ്ടണ്ട. ഞാൻ തുടയിൽ നുള്ളിയ പാട് കാണിക്കുക എന്നാ പറഞ്ഞത്. രേണു എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഇപ്പം മനസ്സിലായി, തുടയിലല്ല നോക്കിയതെന്ന്. നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. നീ കള്ളനാണ്. ഞാൻ കള്ളൻ തന്നെ എന്ന് കരുതി ഉറങ്ങിക്കിടക്കുന്നവരുടെ തുണി പൊക്കി നോക്കിയൊന്നുമില്ല. നീ ഇനി എന്നോട് മിണ്ടണ്ട. അത് കൊള്ളാലോ രേണു. രേണു തെറ്റ് ചെയ്താലും കുറ്റം എനിക്കോ? നീ പോടാ നാറി. നിന്റെ കൈ പൊള്ളിയെങ്കിൽ കണക്കായിപ്പോയി. നീ എന്നോട് ഓരോന്നും പറഞ്ഞുകൊണ്ട് വാ. രേണു പോവല്ലേ. ഞാനും എഴുന്നേറ്റ് കൂടെ പോയി. രേണുവിൻ്റെ മുറിയുടെ കതകടയ്ക്കാൻ നോക്കിയപ്പോൾ ഞാനും കൂടെ തള്ളി. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ വിശ്വസിച്ചു. കതക് തുറക്ക്, ഇല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങി വിളിക്കും. വൈകുന്നേരം രമ്യ വരുമ്പോൾ പറയും. ആകെ പ്രശ്നമാകും. അപ്പോഴേക്കും അമ്മായി പുറത്തു വന്നു. ഇന്ന് തൊട്ട് മിണ്ടി തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് തുടങ്ങി പിണങ്ങാൻ. അത് ഞാനല്ലല്ലോ, നീയല്ലേ ഓരോ വൃത്തികേട് പറഞ്ഞുണ്ടാക്കിയത്. ഞാനൊന്നും പറയുന്നില്ല. എന്നാലും രേണു ഇങ്ങനെ ചെയ്തിട്ട് പോടാ. രേണു പിണങ്ങല്ലേ. ഞാൻ ഇനി പറയില്ല. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം വാ, ഞാൻ കഞ്ഞി എടുത്തു തരാം. കഞ്ഞിയാ? എനിക്ക് വേണ്ട. ഞാൻ ചോറ് തിന്നാം. പനിയല്ലേ, കഞ്ഞി കുടിച്ചാൽ മതി. അല്ലെങ്കിലും ഞാനും അധികം കറിയൊന്നും വെച്ചിട്ടില്ല. നിൻ്റെ അടുത്തിരുന്ന് സമയം പോയി. അങ്ങനെ കഞ്ഞി കുടിച്ചിട്ട് മരുന്നും കഴിച്ചിരുന്നു. അമ്മായിയോട് ഓരോന്ന് സംസാരിച്ചിട്ടിരുന്നു. രാത്രിയായപ്പോൾ പനി നല്ലതുപോലെ കൂടി. രമ്യയും പിറ്റേന്ന് ലീവ് എടുത്ത് രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലൊക്കെ പോയി. അന്ന് മൊത്തം മുറിയിൽ തന്നെ ആയിരുന്നു. പിറ്റേന്ന് ജോലിക്ക് പോകണമായിരുന്നു. അതും കഴിഞ്ഞ് വന്നപ്പോൾ കുറഞ്ഞിരുന്ന പനി നല്ലപോലെ കൂടി. അതിൻ്റെ കൂടെ കയ്യിൽ പൊള്ളൽ കൂടി ആയപ്പോൾ ഞാൻ തളർന്നു. ഞാൻ നേരെ പോയി കിടന്നു. കുറവില്ലടാ. ഇല്ല. വാ, വല്ലതും കഴിച്ചിട്ട് മരുന്നും കഴിച്ച് കിടന്നോ. പിന്നെ വൈകുന്നേരമാണ് കണ്ണ് തുറക്കുന്നത്. വൈകുന്നേരം കുറച്ച് കുറഞ്ഞു. എങ്കിലും വയ്യായ്ക ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസവും വലിയ വിശേഷമൊന്നുമില്ലാതെ കടന്നുപോയി. പിറ്റേന്നായപ്പോൾ കുറഞ്ഞു. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അമ്മായിയുമായി കുറച്ച് കഞ്ഞി അടിച്ചുകൊണ്ടിരുന്നു. പനി വന്ന് മോനാകെ ഉണങ്ങിപ്പോയല്ലോ. തളർന്നു പോയി. അതിൻ്റെ കൂടെ നാളെ ജോലിക്ക് പോണത് കൂടി ആലോചിക്കുമ്പോൾ തല ചുറ്റുന്നു. ലീവ് പറ. പറഞ്ഞ ഉടനെ കിട്ടാൻ അതെൻ്റെ മാമൻ്റെ ഓഫീസല്ല. ആകെ ക്ഷീണിച്ച് കോലം കെട്ടു. നേരെ ഇരുന്നിട്ട് വല്ല വിശേഷവുമുണ്ടാ? ഞാൻ പതുക്കെ പറഞ്ഞു. എന്താടാ? ഒന്നും പറഞ്ഞില്ല. ഞാൻ പോയി കിടക്കാൻ പോണു. തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ. കുറച്ചുകൂടി ഇരി, സംസാരിച്ചിട്ട് പോകാം. നീ കൂടെ പോയി കിടന്നാൽ ഞാനിവിടെ ഒറ്റയ്ക്കാകും. വാ, മുറിയിൽ പോയി സംസാരിക്കാം. അതാവുമ്പോൾ എനിക്ക് മടിയിൽ തലവെച്ച് കിടക്കുകയും ചെയ്യാം. അങ്ങനെ മുറിയിൽ പോയി ഞാൻ അമ്മായിയുടെ മടിയിൽ തലവെച്ച് കിടന്നു. രേണു, തലയൊന്ന് ഒഴിഞ്ഞു തരുമോ? ഭയങ്കര തലവേദന. നീ എന്നെ രേണു എന്ന് വിളിക്കണ്ട. എന്തോ പോലെ. ഞാൻ അതേ വിളിക്കൂ. മോളെങ്ങാനും കേട്ടാ? അവൾ കേൾക്കുന്നതാണല്ലേ കുഴപ്പം. അവൾ കേൾക്കാതെ വിളിച്ചോളാം. ഇതും പറഞ്ഞ് ഞാൻ രേണുവിൻ്റെ മൂക്കിൽ പിടിച്ചു വലിച്ചു. അമ്മായി തല ഒഴിഞ്ഞുകൊണ്ടിരുന്നു. രേണു, ഇനി പിറകുവശം. ഇതും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു കിടന്നു. അമ്മായി തല തടവിക്കൊണ്ടിരുന്നു. അങ്ങനെ കിടന്നപ്പോഴാണ് ഞാൻ രേണുവിൻ്റെ തുടകൾക്ക് മുകളിലാണ് കിടക്കുന്നത് എന്ന് ഓർമ്മ വന്നത്. ഒന്ന് ഉമ്മ വെച്ചാലോ? വേണ്ട, ഇനി ഒരടിക്കും പിണക്കത്തിനും വയ്യ. എന്തായാലും രേണുവിൻ്റെ മടിയിലാണ് എൻ്റെ തല എന്ന സന്തോഷത്തിലിരിക്കാമല്ലോ. ആ ഒരു കിടപ്പ് എന്നെ കുറച്ചൊന്നും അല്ല സന്തോഷിപ്പിച്ചത്. രേണു, കുറച്ചുകൂടി അമർത്തി ഒഴിയുക. തടവുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിലെ കുരുത്തം കെട്ടവൻ എന്നെ ഓരോന്നിനും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ കുരുത്തക്കേട് കാട്ടി തുടങ്ങി. അതോടെ അമ്മായി തലയിൽ തടവുന്നത് നിർത്തി. എന്താ രേണു, തടവ്. അമ്മായി വീണ്ടും തടവിക്കൊണ്ടിരുന്നു. ഞാൻ വീണ്ടും അനുസരണക്കേട് കാട്ടി. ഇടയ്ക്ക് ഞാൻ വയറിലങ്ങ് ഉമ്മ വെച്ചു. അതോടെ അമ്മായി തടവൽ നിർത്തി എൻ്റെ തലയെടുത്ത് മാറ്റി എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. രേണു, പിണക്ക പോവാണോ? പിണക്കമൊന്നുമില്ല. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, അതുകൊണ്ട് പോകുന്നു.
കുറച്ചു നേരം കൂടി ഇരി, ഞാനിനി മര്യാദയ്ക്ക് കിടക്കാം. ഇല്ലടാ, അടുക്കളയിൽ ജോലിയുണ്ട്. മുങ്ങയാണല്ലേ? പൊക്കോ. ഞാൻ അവിടെ കിടന്നുറങ്ങി. അമ്മായിയുടെ കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നു. എന്നാലും ഇടയ്ക്ക് ഞാൻ ചെറുതായി തട്ടാനും മുട്ടാനും ഒക്കെ തുടങ്ങി. അതിര് കടക്കാൻ പോകുമ്പോൾ രേണു വിലക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഇടയ്ക്ക് മൂത്രം ഒഴിക്കാൻ ഉണർന്നപ്പോൾ കതക് തുറക്കുന്ന ശബ്ദം കേട്ടു. ആരാ ഈ നേരത്ത്? വല്ല കള്ളനും? ഹാളിൽ ലൈറ്റ് ഉണ്ടല്ലോ. ഇനി രേണുവിന് വല്ല രഹസ്യക്കാരനും ഉണ്ടോ? എന്നാൽ കൊല്ലും ഞാൻ രണ്ടിനെയും. ഞാൻ മുറിയുടെ കതക് വലിയ ഒച്ചയില്ലാതെ തുറന്നു. അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയി. ദുഷ്ട, എനിക്ക് തരാതെ ആരെയോ വിളിച്ച് കയറ്റിയതാണ്. ഞാൻ വെട്ടുകത്തി വലിച്ചെടുത്തു. ഇന്ന് രണ്ടിനെയും ഞാൻ തുണ്ടവാക്കും. പുറത്തോട്ടിറങ്ങി വെട്ടമടിച്ച് നോക്കിയപ്പോൾ അമ്മായി ഇരുന്ന് മൂത്രം ഒഴിക്കുകയാണ്. എനിക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് വെട്ടം കണ്ടാണെന്ന് തോന്നുന്നു. തിരിഞ്ഞെന്നെ നോക്കി. അമ്മായി പെട്ടെന്ന് എഴുന്നേറ്റ് തുണി നേരെയാക്കി. നീ എന്തിനാ വെട്ടമടിച്ചത്? അത് വാതിൽ തുറന്ന് കിടന്നപ്പോൾ വല്ല കള്ളന്മാരോ ആണോ എന്ന് കരുതി അടിച്ചതാണ്. അല്ല, അമ്മയ്ക്ക് എന്തിൻ്റെ കേടാണ്? ഈ പാതിരാത്രിക്ക് പുറത്തിറങ്ങി നടക്കാൻ ആരെങ്കിലും കയറി പിടിച്ചാൽ പോലും അറിയില്ല. മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാണ്. അകത്ത് പൊയ്ക്കൂടെ? അതിന് നിങ്ങളെ മുറിയിൽ മാത്രമല്ലേ ബാത്റൂം ഉള്ളത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അമ്മയ്ക്ക് രമ്യയെ വിളിച്ചിട്ട് നമ്മുടെ മുറിയിൽ പൊക്കൂടായിരുന്നോ? പിന്നെ രാത്രി ഇനി നിങ്ങളെ ശല്യപ്പെടുത്താൻ ആരെയും ശല്യപ്പെടുത്തണ്ട. വല്ലവനും വന്ന് രാത്രി കയറി പിടിച്ചാൽ എന്തു ചെയ്യും? ഇനി പോകുമ്പോൾ എന്നെ കൂടി വിളിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ മുറിയിൽ പോയാൽ മതി. അതൊന്നും വേണ്ട. രാത്രി അതൊന്നും ശരിയാകില്ല. അത് വേണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചോളാം. പോയി കിടക്ക്. പിന്നെ എന്നെ അടിക്കുന്ന പോലെയല്ല. വല്ലവന്മാരും കണ്ടാൽ എന്താ ചെയ്യുക എന്നറിയാമല്ലോ. പോയി കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. എന്തൊരു ഭംഗിയുള്ള കാലുകളായിരുന്നു. നല്ല വെളുത്ത്. ആലോചിച്ചിട്ട് തന്നെ ചാർജാകുന്നു. അമ്മായിയെ ഒന്ന് കയ്യിൽ കിട്ടിയിട്ട് വേണം. ആലോചിച്ചിട്ട് വയ്യ. എന്തൊരു സുന്ദരിയാ രേണു. ഇതുപോലൊരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടില്ല. ഇവളെ എന്നാ എൻ്റെ കയ്യിലൊന്ന് കിട്ടുക. അങ്ങനെ രേണുവിനെ പറ്റി ഓരോന്നാലോചിച്ച് അവരെ കിട്ടുന്ന ഒരു ദിവസം സ്വപ്നം കണ്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് കാലത്ത് ഞാൻ അമ്മായിയുടെ അടുത്ത് പോയി. രേണു, രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകാൻ ഒരു പേടിയില്ലേ? പേടിയൊക്കെ ഉണ്ട് എന്ന് കരുതി മൂത്രം ഒഴിക്കാതിരിക്കാൻ പറ്റുമോ? അതിനൊറ്റയ്ക്ക് പുറത്തു പോണത് എന്തിനാ? എന്നെ കൂടെ വിളിച്ചാൽ പോരെ? നിന്നെ വിളിച്ചാലും മതി. അല്ലെങ്കിലേ നിൻ്റെ നോട്ടമൊന്നും ശരിയല്ല. അപ്പോഴാണ് ഞാൻ അമ്മായിയുടെ ശരീര സൗന്ദര്യം വർണ്ണിച്ച് വൾഗർ കമൻ്റ് അടിക്കാൻ തുടങ്ങി. നിർത്തിക്കോ. എന്നാലും നല്ല സൂപ്പർ ഐറ്റംസ് ആണെല്ലാം. എനിക്കിഷ്ടപ്പെട്ടു. ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി ഓടി. നില്ലടാ അവിടെ. രേണു എൻ്റെ പിറകെ ഓടിയെങ്കിലും കിട്ടിയില്ല. അങ്ങനെ വൈകുന്നേരം അമ്മായി തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ പോയി സംസാരിച്ചു കൊണ്ട് നിന്നു. അമ്മായി തുണി കഴുകുമ്പോഴുള്ള സീനും പിടിച്ചങ്ങ് നിന്നു. ഞാൻ നോക്കി വെള്ളം ഇറക്കുന്നത് രേണു കണ്ടു. അപ്പോഴേക്കും അമ്മായി തുണി കഴുകി കഴിഞ്ഞു. ഡാ, എൻ്റെ ചോര കുടിച്ച് കഴിഞ്ഞെങ്കിൽ വാ പോകാം. രേണു എന്താ പറയണേ? എടാ, നല്ലപോലെ ചമയല്ലേ നീ? അതേ രേണു. രേണുവിൻ്റെ ഇടത് ഭാഗത്ത് പറയുന്നതിന് മുമ്പേ അമ്മായിയമ്മ ഇടയിൽ കയറി. എന്താടാ, ഇനിയും വല്ല വഷളത്തരവും പറയാനാണോ? അപ്പോഴേക്കും നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു. രേണുവിൻ്റെ അങ്കലാവണ്യം ഞാൻ വീണ്ടും പുകഴ്ത്തിക്കൊണ്ടിരുന്നു. ഞാനൊരു വഷളൻ കമൻ്റ് അമ്മായിയെ നോക്കി പറഞ്ഞു. ഡാ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ അമ്മായിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ അമ്മായി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞത് നോക്കുക. അപ്പോൾ അമ്മായിക്ക് എന്നെ ഇഷ്ടമൊക്കെ ഉണ്ട്. മോളുടെ ഭർത്താവായതുകൊണ്ടാണ് സമ്മതിക്കാത്തത്. ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ കിട്ടും. അതെ, രേണു എന്താ നോക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ലേ? എന്ത്? കൂടുതൽ അഭിനയിക്കേണ്ട. ഞാൻ നല്ല വ്യക്തമായി കണ്ടു നോക്കുന്നത്. അത് നീ മതി, കൂടുതൽ ഉരുളണ്ട. എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പോടാ.
എന്നെ കൈ ഓങ്ങിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലളിത ചേച്ചിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു. അങ്ങനെ ഞാനും ലളിത ചേച്ചിയും കൂടി അവിടെ കുറച്ചു നേരം നിന്ന് സംസാരിച്ചു. ആൾക്കാരൊക്കെ എന്നെ ഒരുമാതിരി നോക്കിക്കൊണ്ട് പോയി. കാരണം അറിയാലോ. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ നീ എന്തോന്നടാ ഇങ്ങനെ? ഞാൻ എന്ത് ചെയ്തു? ഇപ്പോൾ ഞാൻ മര്യാദക്കാരനല്ലേ? ആ വീട്ടിൽ ലളിതയുമായി ബസ് സ്റ്റോപ്പിൽ വെച്ച് കൊഞ്ചിക്കൊഴിയുന്നത് കണ്ടു എന്ന് അപ്പുറത്തെ രാജി പറഞ്ഞല്ലോ. ഞാൻ കേട്ടത് സത്യമാണോ? ആ, നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ദൈവമേ, ഇത് തന്നെ അവസരം. എനിക്ക് ഒരുത്തിയെ ഇഷ്ടമായിരുന്നു, പക്ഷേ അവർക്ക് ഒടുക്കത്തെ മുട. അപ്പോൾ പിന്നെ ഞാൻ വേറെ വഴി നോക്കി. നിന്റെ ഭാര്യയ്ക്കില്ലാത്ത എന്താ അവൾക്ക് കൂടുതലുള്ളത്? അതെനിക്ക് രേണുവിനെ പോലെ കുറച്ച് തടിയുള്ള പെണ്ണുങ്ങളെയാണ് ഇഷ്ടം. ഛീ, എടാ, നീ എന്തൊക്കെയായി പറയുന്നത്? ആരെങ്കിലും കണ്ടാ ഇനി നീ ആ ലളിതയെ കാണരുത്. അതൊന്നും പറ്റില്ല. നിനക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവളെ ഇനി കാണില്ല എന്ന് സത്യം ചെയ്യ്. പറ്റില്ല. ഇതും പറഞ്ഞ് ഞാൻ അകത്ത് കയറിപ്പോയി. വൈകുന്നേരം രാജിയുടെയും അമ്മായിയുടെയും സംസാരം അടുക്കളപ്പുറത്ത് നിന്ന് കേട്ടു. ഞാൻ ഒളിച്ചു നിന്ന് അവർ പറയുന്നത് ശ്രദ്ധിച്ചു. രാജി: ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ, ഇപ്പോൾ എങ്ങനെയുണ്ട്? അമ്മായി: എനിക്കറിഞ്ഞൂടാ രാജി, മോളെ കാര്യം ഓർക്കുമ്പോഴാണ്. അമ്മായി കരയുകയാണ്. നീ വിഷമിക്കാതിരിക്കുക. എന്നാലും ലളിത ഇപ്പോൾ അങ്ങനെ ആർക്കും വേണ്ട. ഇവൻ എന്ത് കണ്ടിട്ടാണോ ആവോ. ഞാൻ ചോദിച്ചപ്പോൾ പറയുക തടിയുള്ള പെണ്ണുങ്ങളെയാണ് ഇഷ്ടമെന്ന്. എടി, അപ്പോൾ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ? നീ നല്ല കൊഴുത്തു. നീ എൻ്റെ ശരീരം വർണ്ണിക്കാതെ ഇതിനെന്തെങ്കിലും പരിഹാരം പറഞ്ഞു താ. എടി, നമ്മുടെ ഓമനയില്ലേ, അവളെ മരുമോനും ഇങ്ങനെയായിരുന്നു. ഏതോ വെടിയുടെ കൂടെ കറക്കമായിരുന്നു. പിന്നെ ഓമന ഓരോന്ന് കാണിച്ച് അവനെ വളച്ചെടുത്തു. ഇപ്പോൾ അവർ തമ്മിലാണ്. അതാവുമ്പോൾ പുറത്തറിയില്ലല്ലോ. നീയും അങ്ങനെ വല്ലതും നോക്ക്. ഛീ, ഈ രേണുകയെ അതിന് കിട്ടില്ല. കിട്ടണ്ട. നാട്ടുകാർ മൊത്തം അറിയട്ടെ മരുമോൻ ലളിതയുടെ കൂടെ ആണെന്ന്. അതോടെ മോളുടെ ജീവിതവും തീരും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. പിന്നെ ചെന്ന് പറഞ്ഞിട്ട് വരണേ. നീ എന്നെ കളിയാക്കുവാണോ? നീ നോക്കിക്കോ, ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. ഇതും പറഞ്ഞ് അമ്മായി എഴുന്നേറ്റു. ഞാൻ ഓടി മുറിയിൽ കയറി. അമ്മായി മുറിയിലോട്ട് തന്നെയാണ് വന്നത്. മോനെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുവോ? രേണു പറ, എന്താ കാര്യം? സമ്മതിക്കുമെന്ന് സത്യം ചെയ്താൽ പറയാം. സത്യമൊന്നും ചെയ്യാൻ പറ്റില്ല, കാര്യം പറ. നീ സത്യം ചെയ്യുന്നുണ്ടോ? ഇല്ല, കാര്യം കേട്ടിട്ടേ തീരുമാനിക്കാൻ പറ്റൂ. നീ ഇനി മേലിൽ ലളിതയുടെ അടുത്ത് പോകരുത്. രേണു എന്താ ഇങ്ങനെ? പട്ടിയൊട്ട് പുട്ട് പുല്ല് തിന്നേയില്ല, പശുവിനെ തിന്നാനും സമ്മതിക്കില്ല. എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. രേണു ഒന്ന് പോയേ. ഇപ്പോൾ ഞാൻ രേണുവിനെ ശല്യം ചെയ്യാൻ വരുന്നില്ലല്ലോ. മോനെ, ഞാൻ നിൻ്റെ കാല് പിടിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ കാല് പിടിക്കാൻ വന്നു. രേണു എന്താ കാണിക്കുന്നത്? എഴുന്നേറ്റേ. ഞാൻ പോകില്ല, പോരെ. പക്ഷേ റോഡിലൊക്കെ വെച്ച് കണ്ടാൽ സംസാരിക്കും. അതും പറ്റില്ല. ആൾക്കാർ കണ്ടാൽ മനസ്സിലാവില്ലേ നിങ്ങൾ പരിചയക്കാരാണെന്ന്? അതുപോരെ പറഞ്ഞുണ്ടാക്കാൻ. വഴി വെച്ച് കണ്ടാൽ മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. മറ്റേത് ഞാൻ സമ്മതിച്ചല്ലോ, പിന്നെ എന്താ? എന്നാലും ആൾക്കാരെ നോക്കിയാൽ പറ്റില്ല. രേണു പോ. ദുഷ്ട, ഒന്നിനും സമ്മതിക്കേയില്ല. പറ്റുന്ന വഴി കൂടി മുടക്കണം. ഇല്ല, ഇതും കൂടി സമ്മതിക്കാതെ ഞാൻ പോകില്ല. ഞാൻ നോക്കട്ടെ. നോക്കിയാൽ പോരാ, സമ്മതിക്കണം. രേണു പോയാണ്. നീ സമ്മതിക്കടാ. സമ്മതിച്ചു. വാക്കാണേ. അമ്മായി നെഞ്ചിൽ നിന്ന് ഭാരം ഇറക്കി വെച്ച പോലെ പോയി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു പോയി. അടുത്ത തിങ്കളാഴ്ച രേണുവിൻ്റെ ബർത്ത്ഡേ ആണ്. നല്ലൊരു ഗിഫ്റ്റ് വാങ്ങണം. ഒരു സാരിയും വാങ്ങിച്ചെന്നു. ഹാപ്പി ബർത്ത്ഡേ രേണു. ഞാൻ സാരി എടുത്തു കൊടുത്തു. പെട്ടെന്ന് പോയി ഉടുത്തിട്ട് വാ. പിന്നെ പൊക്കിൽ കാണിച്ചുടുക്കണേ. അതൊന്നും പറ്റില്ല. നമ്മൾ പറഞ്ഞാൽ ഒന്നും പറ്റില്ല. നമ്മളെ കൊണ്ടെല്ലാം സമ്മതിപ്പിക്കുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായി സാരി ഉടുത്തോണ്ട് വന്നു. പദവിന് വിപരീതമായി പൊക്കിളൊക്കെ കാണിച്ചാണ് ഉടുത്തത്. സൂപ്പർ രേണു, സൂപ്പർ. ഇനി എന്നും ഇതുപോലെ സാരി ഉടുത്താൽ മതി. പോടാ, നിൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് വെച്ച് ചെയ്തപ്പോൾ ഇനി ഇത് കാണാഞ്ഞിട്ട് നീ കണ്ട വേശ്യകളുടെ വീട്ടിൽ പോവണ്ട. അതെ, വേശ്യകളുടെ വീട്ടിൽ പോയാൽ അതുമാത്രമല്ല, വേറെയും പലതും കാണിച്ചു തരും. രേണുവും കാണിച്ചു തരൂ. നീ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം.
അയ്യോ, ധൃതി പിടിച്ച് ഓടല്ലേ, ഇങ്ങടുത്ത് വാ. അമ്മായി സംശയിച്ചു നിന്നു. വരാം, പക്ഷേ ദുരുദ്ദേശം വല്ലതുണ്ടെങ്കിൽ അറിയാലോ എന്നെ. അറിയാമേ, കണ്ണടച്ചു പിടിച്ചോ. എനിക്കെങ്ങും വയ്യ. എന്തോന്ന്, ഒന്ന് കണ്ണടയ്ക്കോ. അമ്മായി കണ്ണടച്ചു. നോക്കിയേ, ഞാൻ എൻ്റെ കയ്യിലിരുന്ന് സ്വർണ്ണ കൊലുസ് കാണിച്ചു. എടാ, ഇതെന്തിനാ വാങ്ങിയത്? ഒരുപാട് പൈസ ആയില്ലേ. കുഴിയിൽ പോവാൻ പോണ എനിക്കെന്തിനാ ഇത്? ദേ രേണു, ഒരുമാതിരി വർത്താനം പറയല്ലേ. കാലിങ്ങോട്ട് നീട്ടിക്കേ. എനിക്ക് വേണ്ടടാ, നീ അവൾക്ക് കൊടുക്ക്. അവൾക്കുണ്ടല്ലോ. എടാ, അവളെങ്ങാനും അവൾ കണ്ടാൽ എന്താ? ഞാൻ മേടിച്ച് തന്നതാണെന്ന് പറയണം. അതൊന്നും ശരിയാകില്ല. രേണു, കാൽ നീട്ടുന്നോ ഇല്ലയോ? രേണു മടിച്ച് നീട്ടി. ഞാൻ ടീപ്പോയ്ക്ക് പുറത്തെടുത്ത് വെച്ചു. സാരി മുകളിലേക്ക് ഉയർത്തിയിട്ട് കൊലുസ് കെട്ടി. അത് കടിച്ചിറുക്കി. എൻ്റെ ചുണ്ട് കാലിൽ തട്ടുമ്പോൾ രേണു കാല് ചെറുതായി വലിക്കും. ഞാൻ കാല് പിടിച്ചു വെച്ച് ഒരു ഉമ്മ അമർത്തി കൊടുത്തു. ചുമ്മാ തിരിയടാ. രേണു കാല് വലിച്ചെടുത്തു. മറ്റേ കാലിലും കൊലുസിട്ട് കടിച്ചിറുക്കി കാലിലൂടെ ചുണ്ടുകൾ ഉരസി. അമ്മായി കാല് വലിച്ചെടുത്തു. രേണു, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൊള്ളാമോടാ? നല്ല ഭംഗി. വിരലിൽ ക്യൂടെക്സ് ഇട്ടാൽ സൂപ്പർ. ഇത്രയും സമ്മാനമൊക്കെ തന്നതല്ലേ, ഒരു ഉമ്മതാ. എന്തോന്ന്? നീ നിൻ്റെ കെട്ടിയോളോട് പോയി ചോദിക്ക്. അവൾ സ്ഥിരം തരുന്നതാണ്. ഇന്ന് രേണു ഒരു ഉമ്മതാ. ഉമ്മ അല്ല, വാപ്പ. പോടാ. പ്ലീസ് രേണു, പ്ലീസ് രേണു. എൻ്റെ നെറ്റിയിലൊരു ഉമ്മ തന്നു. അയ്യേ, ഇതെന്തുമ്മ? ഞാൻ വിചാരിച്ചു. കൂടുതലൊന്നും വിചാരിക്കണ്ട, പോകാൻ നോക്ക്. ഇതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ഞാൻ കയ്യിൽ പിടിച്ചൊറ്റ വലി. എൻ്റെ പുറത്ത് വന്ന് അമ്മായിയുടെ നെഞ്ചിടിച്ചു. ഞാൻ അമ്മായിയെ പുണർന്നു. ആദ്യം കുറച്ചടിക്കാനും തള്ളി മാറ്റാനും ഒക്കെ നോക്കി. പിന്നെ അടങ്ങി നിന്നു. ആ തക്കത്തിന് ഞാൻ എൻ്റെ മിടുക്ക് പുറത്തെടുത്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയുടെ ബാക്കി ഒരു കിടിലം പോർഷൻ ഞാൻ നമ്മുടെ പ്രീമിയം ചാനലിലാവും ഇടുക. അപ്പോൾ അത് വേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.